കുറേ നാളായിട്ടാണ് ഞാൻ കുഞ്ഞിപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ മെനക്കെട്ട് ആലോചിക്കുമ്പോൾ മൂടങ്ങ് പോയി കിട്ടും. പക്ഷെ ഇന്നെന്തോ എനിക്കൊരു മൂടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് തേങ്ങയ്ക്ക് കുറച്ച് ചുവന്നുള്ളിയും ജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മാവ് കുഴക്കാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് മാവ് കുഴക്കൽ കേട്ടോ. ഇത് ഞാനൊരു റീൽ കണ്ടിട്ടാട്ടോ ഇങ്ങനെ പഠിച്ചത്. ഒരു ഗ്ലാസ് മാവാണ് ഞാൻ എടുത്തത്, ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഈ ചതച്ച തേങ്ങയും വെളിച്ചെണ്ണയും പിന്നെ ഒരു ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റിച്ചെടുത്ത് ലാസ്റ്റ് ഇങ്ങനെ കുഴഞ്ഞു വരും. അപ്പോൾ പിന്നെ നമുക്ക് കുഴക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. എന്നിട്ട് കുഞ്ഞു ബോൾസ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതാണ് ഒരു മെനക്കേടുള്ള പണി. ഇതിൽ ബാക്കിയൊക്കെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ കഴിഞ്ഞോളൂ. എന്നിട്ട് ഒരു ഇഡ്ലി ചെമ്പോ സ്റ്റീമറോ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊക്കെ കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് സവാള, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതുണ്ടാക്കുമ്പോൾ വായി നോക്കാൻ പോയാൽ ഇതേപോലെ കരിഞ്ഞു കൂട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് നമുക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി വറുത്ത തേങ്ങയ്ക്ക് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ ചിക്കനേക്ക് തൊഴിച്ചിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് മൂടിച്ചിട്ട് വേവിക്കാട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പത്തിലൂടെ റെഡി ആയിട്ടാ. സംഭവം നല്ല ഉഷാറ് ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.